പ്രിയേ പ്രാണനെ. രചന ജിഫ്ന നിസാർ. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഫൈസൽ സി എം നൂഞ്ഞേരി. കുറച്ചേ കഴിച്ചുള്ളൂ, ജയശ്രീ പരിഭവം പോലെ പറഞ്ഞു. ഹോട്ടൽ ഭക്ഷണമൊന്നും ഞങ്ങളങ്ങനെ കഴിക്കാറില്ല കേട്ടോ. അതാ ഒന്ന് വിചാരിക്കരുത് ആൻറ്റി. നീതു ചിരിയോടെ ജയശ്രീയുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു. അവർക്ക് മുമ്പിൽ ജയശ്രീയുടെ മുഖം വിളറി വെളുത്തു. വീട്ടിലുണ്ടാക്കിയാൽ ഇവർക്കൊപ്പം പിടിച്ചു നിൽക്കാൻ കഴിയില്ലെന്ന് തോന്നിയിട്ടാണ് രാജീവിനെ കൊണ്ട് പുറത്തുനിന്ന് ഓർഡർ ചെയ്യിപ്പിച്ചത്. അതിപ്പോൾ ഇങ്ങനെയുമായി. ചാരുവിനോട് ഇന്ദുവിനോട് നീതു വിശേഷങ്ങൾ ചോദിക്കുന്നുണ്ട്. ഇന്ദു പക്ഷെ നന്നായി തന്നെയാണ് നീതുവിനോട് പെരുമാറിയത്. ഓവർ സെന്റിമെന്റൽ സ്വഭാവമല്ല നീതുവിനെന്ന് രാജീവിന് ഇതിനോടൊപ്പം തന്നെ മനസ്സിലായി കഴിഞ്ഞിരുന്നു. ഇനിയിപ്പോ നിശ്ചയത്തിനൊരു ദിവസം വെക്കണോ? ഇന്ന് തന്നെ നമുക്കങ്ങ് ഉറപ്പിക്കാവുന്നല്ലേ ഉള്ളൂ. ഭക്ഷണം കഴിഞ്ഞ് സോഫയിൽ ഇരുന്നുകൊണ്ട് രാജശേഖരൻ രാധാകൃഷ്ണനെ നോക്കി. രാധാകൃഷ്ണന്റെ കണ്ണുകൾ ജയശ്രീക്ക് നേരെ നീണ്ടു. ഒരു ശരാശരി പ്രവാസിയുടെ അവസ്ഥ. പലപ്പോഴും പല തീരുമാനങ്ങളും അയാളുടെ അഭാവത്തിൽ അയാളുടെ ഭാര്യയായിരിക്കും കുടുംബത്തിൽ എടുത്തിട്ടുണ്ടാവുക. ഒരു കീഴ്വഴക്കം പോലെ ക്രമേണ അയാൾ അങ്ങനെ ഒരു കടമയിൽ നിന്ന് പിന്തള്ളപ്പെടുകയോ അയാളുടെ തീരുമാനങ്ങളെ അഭിപ്രായങ്ങളെ അംഗീകരിക്കാൻ ആളില്ലാതായി പോവുകയോ ചെയ്യപ്പെടാറാണ് പതിവ്. രാധാകൃഷ്ണനും തീരുമാനം പറയുന്ന അർത്ഥത്തിൽ ഭാര്യയെ നോക്കി. അതിപ്പോ പെട്ടെന്ന് പറഞ്ഞ മോൾ കൂടി കല്യാണം നോക്കണമെന്നുണ്ട്. രണ്ടും കൂടി ഒരുമിച്ച് നടത്തിയാലോ എന്നൊരു ആലോചനയുണ്ട്. അതുകൊണ്ട് എന്തായാലും കുറച്ച് സാവകാശം വേണ്ടി വന്നേക്കും. രാധാകൃഷ്ണന്റെ അരികിൽ നിന്നിട്ട് ജയശ്രീ പറഞ്ഞു. ഇന്നു ഞെട്ടിക്കൊണ്ട് നോക്കുന്ന കണ്ടിട്ടും രാജീവോ ജയശ്രീ അവളെ കൂടുതൽ ശ്രദ്ധിച്ചില്ല. അവൾ എന്തോ പറയാമെന്ന് ചാരു കയ്യിൽ അമർത്തി പിടിച്ചുകൊണ്ട് തടഞ്ഞു. ശരി, നല്ലൊരു കാര്യത്തിനല്ലേ, നമുക്ക് അങ്ങനെ ചെയ്യാം. നിങ്ങൾ സൗകര്യം പോലെ അറിയിക്കുക, അധികം വൈകരുത് കേട്ടോ. രാജശേഖരൻ സൗമ്യമായി പറഞ്ഞു. അപ്പോഴത് അയാളുടെ ആജ്ഞ പോലെയാണ് ജയശ്രീക്ക് തോന്നിയത്. അത്യാവശ്യം വലിയൊരു ആൾക്കൂട്ടമുണ്ട്. കുട്ടികളുടെ പാരന്റ്സ് അടക്കമുള്ള ഒരു മീറ്റിംഗ് ആയിരുന്നു ആദ്യം അറേഞ്ച് ചെയ്തിരുന്നത്. എല്ലാവരെയും കാണുക എന്നതിനപ്പുറം എല്ലാവർക്കും തന്നെയും കാണാമല്ലോ എന്നാണ് അവൻ ചിന്തിച്ചത്. മാധവ് മാഷിന്റെ കൊച്ചുമോനെ സ്നേഹത്തോടെ നോക്കുന്നവർക്കിടയിൽ അവൻ തലയുയർത്തി നിന്നു. ബാക്കിയുള്ള അധ്യാപകരെല്ലാം അവന്റെ പുറകിൽ അണിനിരന്നിട്ടുണ്ട്. ഏറ്റവും അടുത്തുള്ള കൃഷ്ണപ്രിയയിലാണ് ആദിയുടെ നോട്ടം തടഞ്ഞു നിൽക്കുന്നത്. അത്രയും ആൾക്കൂട്ടത്തിന് അഭിമുഖീകരിച്ച് നിൽക്കുന്നതിന്റെ എല്ലാ സഹിഷ്ണുതയും ആദിക്കവരുടെ മുഖത്തു നിന്നും കണ്ടുപിടിക്കാനായി. കൃഷ്ണപ്രിയ, കം. അവന്റെ മുഴങ്ങുന്ന സ്വരത്തിൽ തന്റെ പേര് കേട്ടതിന്റെ പകപ്പ് പ്രിയയുടെ മുഖത്തുണ്ടായിരുന്നു. അവൾ അവനെ മുഖമുയർത്തി നോക്കി. വന്നിട്ട് സ്വാഗതം പറയില്ല അവർക്കും. ആദിയുടെ ആജ്ഞ. പ്രിയക്ക് ശ്വാസം വിളങ്ങി. ഇത്രയും ആൾക്കൂട്ടത്തിന് മുന്നിൽ നിൽക്കുന്നതിന്റെ വിറയിൽ തന്നെ സഹിക്കാൻ വയ്യ. മാധവ് മാഷുണ്ടായിരുന്ന സമയം മീറ്റിംഗ് വെക്കുമ്പോൾ പേരൻസിനൊപ്പം ഏറ്റവും അവസാനത്തെ ബെഞ്ചിൽ പോയിരിക്കാറാണ് പതിവ്. പക്ഷേ ഇതിപ്പോ യാതൊരു മുന്നൊരുക്കവുമില്ലാതെ എങ്ങനെയാണ്? അവൾ നന്നായി വിറക്കുന്നുണ്ടായിരുന്നു. ആദിയുടെ മുഖത്തപ്പോൾ നിറഞ്ഞ ചിരിയുണ്ടായിരുന്നു. പ്രിയയെ നോക്കുമ്പോൾ അതിനങ്ങനെ തിളക്കം കൂടി വന്നു. നിനക്കെന്നെ ചട്ടം പഠിപ്പിക്കണല്ലേ, കാണിച്ചു തരാട്ടോ. അവനുള്ള അവൾ കേൾക്കാതെ മൊഴിയുന്നുണ്ടായിരുന്നു. ആരോട് ചോദിച്ചിട്ടാ നിങ്ങൾ എനിക്ക് കല്യാണം നോക്കുന്നത്? ഇന്ദുവിന്റെ മുറുകിയ സ്വരം. വന്നവരെ യാത്രയാക്കി ഹാളിലെ സോഫയിലേക്ക് വിസ്തരിച്ചുകൊണ്ടിരിക്കാനുള്ള ശ്രമത്തിലാണ് ജയശ്രീ. ഇന്ദുവിന്റെ ശബ്ദം കേട്ടും തലയിരിച്ച് നോക്കി. അഭിലാഷ് നീതും വീട്ടുകാരിറങ്ങിയതോടെ ആ കൂടെ തന്നെ യാത്ര പറഞ്ഞു പോയിരുന്നു. ചാരുവും പിള്ളേരും 2 ദിവസം കഴിഞ്ഞിട്ട് വന്നാൽ പോരെ എന്ന് ജയശ്രീ സമ്മതം ചോദിച്ചത് അവനും അനുസരിച്ചു. അതുകൊള്ള, നീ ഞങ്ങളുടെ മകളല്ലേ, നിന്റെ കല്യാണം ഉറപ്പിക്കാൻ ഞങ്ങൾ വേറെ ആരോടും അനുവാദം ചോദിക്കേണ്ടത്? ജയശ്രീയുടെ പരിഹാസം നിറഞ്ഞ ശബ്ദം കേട്ടതും ഇന്ദുവിന് കൂടുതൽ ദേഷ്യം വരികയായിരുന്നു. അതിന് അനുവാദം കണ്ണി കാണുന്ന ആരുടെങ്കിലും ചോദിച്ചുകൊണ്ടായില്ല. എന്റെ കല്യാണല്ലേ, അത് ഞാനെങ്കിലും അറിഞ്ഞിരിക്കണ്ടേ? ആ ദേഷ്യം അവളുടെ ശബ്ദത്തിലും ഉണ്ടായിരുന്നു. എടി, കെട്ടുപ്രായം കഴിഞ്ഞാൽ പെൺകുട്ടികളെ കെട്ടിച്ചു വിടും, അതാ നാട്ടു നടപ്പ്. അതിന് നീ വെറുതെ വളം വെക്കേണ്ട കാര്യം എന്താ? ജയശ്രീ അവൾക്ക് നേരെ തിരിഞ്ഞിരുന്നുകൊണ്ട് വീറോടെ പറഞ്ഞു. ഓഹോ, അപ്പൊ നാട്ടു നടപ്പ് നോക്കിയിട്ടാണോ ഇങ്ങനെ ഒരു കലാപരിപാടി? ശരി, അത് സമ്മതിച്ചു. പക്ഷെ അതിനു മുമ്പ് കെട്ടിക്കാൻ ഉദ്ദേശിക്കുന്ന പെൺകുട്ടിയോടൊന്ന് ആലോചിച്ച് നോക്കണമെന്നൊരു നാട്ടു നടപ്പ് കൂടിയുണ്ട്. കൂട്ടത്തിലാന്തേ, നിങ്ങൾ മറന്നുപോയോ? ഇന്ദുവിന്റെ മുഖവും വാക്കുകളും ജ്വലിക്കുന്ന പോലെയായിരുന്നു. ചാടി തുള്ളിയിട്ടൊന്നൊരു കാര്യമില്ല. നിന്റെ കെട്ട് കഴിഞ്ഞിട്ടൊന്നുമില്ലല്ലോ. വന്നവരോട് ആലോചന തുടങ്ങുന്നെന്ന് അമ്മ പറഞ്ഞു. അതിന് നീ ഇങ്ങനെ ചോദ്യം ചെയ്യേണ്ട കാര്യം എന്താ? ആലോചന മുറുകുന്ന സമയം എന്തായാലും നിന്നെ അറിയിക്കും, അതുപോലെ. അങ്ങോട്ട് കയറിയെന്ന രാജീവ് കൂടി പറഞ്ഞുകൂടെ ഇന്ദുവിന്റെ നോട്ട് രാധാകൃഷ്ണനെ നേരെ നീണ്ടു. അച്ഛനിപ്പോഴൊന്നും പറയാനുണ്ടാവില്ല അല്ലേ? സങ്കടവും ദേഷ്യം എല്ലാം കൂടി നിറഞ്ഞ അവളുടെ ചോദ്യം. അതല്ല മോളെ, അങ്ങനെ ഒരു ആലോചന. രാധാകൃഷ്ണൻ എന്തോ പറയാൻ ശ്രമിച്ചു. അച്ഛനും അറിഞ്ഞിട്ടില്ല അല്ലേ? ഇന്ന് അമ്മ പറഞ്ഞപ്പോഴാ എന്നെ പോലെ അച്ഛനും മകളുടെ കല്യാണക്കാരി അറിഞ്ഞ് അല്ലേ? ഇനി കല്യാണം നടക്കുന്ന അച്ഛനും ഞാനും അറിയില്ലേ? അല്ല, ഇവിടുത്തെ കാര്യല്ലേ, ഒന്നും പറയാൻ പറ്റില്ല. ഇന്ദു പരിഹാസത്തോടെ പറഞ്ഞു. നീയേ കൂടുതൽ കിടന്ന് സംസാരിക്കാതെ മിണ്ടാതെ അടങ്ങി ഒതുങ്ങി ഇരുന്നാൽ മതി. നിന്റെ മൂത്തൊരുത്തിയുടെ കല്യാണം നല്ല അന്തസ്സായി ഞാൻ നടത്തിയിട്ടുണ്ട്. ഇനി ഇത് എന്തു വേണമെന്ന് എനിക്കറിയാം, കേട്ടോടി? ജയശ്രീ അവൾക്ക് നേരെ ഒച്ചയിട്ടു. അങ്ങനെ ശബ്ദം ഉയർത്തിയെ മിണ്ടാതിരുത്താമെന്ന് അമ്മ വിചാരിക്കേണ്ട. എനിക്ക് പറയാനുള്ള ഞാൻ പറയുന്നതിന് ചെയ്യും. ഇത് എന്റെ ലൈഫാ, എനിക്കൂടെ തീരുമാനങ്ങളുണ്ട്. ഇന്ദുവും വിട്ടുകൊടുക്കാതെ ജയശ്രീയുടെ നേരെ നോക്കി ഉറക്കെ തന്നെ സംസാരിച്ചു. ഇന്ദു, നീ വെറുതെ പ്രശ്നം ഉണ്ടാക്കരുത്. നിന്റെ സമ്മതമല്ല നിന്നെ കെട്ടിക്കുന്നതെന്ന് ഇവിടെ ആരും പറഞ്ഞിട്ടില്ല. കല്യാണം പെട്ടെന്ന് വേണം നീതുവിന്റെ അച്ഛൻ പറഞ്ഞു കേട്ടപ്പോ അങ്ങനെ പറഞ്ഞു പോയതാ. അല്ലാതെ നീ അറിയാൻ നിന്നെ കെട്ടിക്കുന്നല്ല അതിനർത്ഥം. നീ വെറുതെ അതിൽ തൂങ്ങി പ്രശ്നം ഉണ്ടാക്കരുത്. അമ്മയും മകളും കൂടി പ്രശ്നം രൂക്ഷമാക്കിയാണെന്ന് കണ്ടതും രാജീവ് അവർക്കിടയിലേക്ക് വന്നിട്ട് പറഞ്ഞു.
ഇവിടെ വെറുതെ ഒരു പ്രശ്നം ഉണ്ടാക്കണമെന്ന് ഞാനും വിചാരിച്ചിട്ടില്ല. എനിക്കൊണ്ട് സങ്കടം. അതായിരുന്നോ മനസ്സിലാക്കാത്തത്? എൻ്റെ ലൈഫിലൊരു പ്രധാനപ്പെട്ട കാര്യം അത് ഞാനറിയേണ്ട ഇങ്ങനെയായി പോയല്ലോ. ശരിക്കും ഇന്ദുവിന് സങ്കടം വരുന്നുണ്ടായിരുന്നു. നിങ്ങളൊരു അച്ഛനും അമ്മയല്ലേ? ഞങ്ങൾ നിങ്ങളുടെ മക്കളല്ലേ? ഇന്നിവിടെ വന്നൊരു മകളെ ശ്രദ്ധിച്ചിരുന്നു നിങ്ങൾ പോലെ ഒരു അച്ഛനും അമ്മയും തന്നെ അവരും. അവരുടെ മകൾക്ക് എത്ര പ്രാധാന്യം കൊടുക്കുന്നതെന്നും മകളുടെ ലൈഫിൽ അവൾക്കുള്ള തീരുമാനങ്ങൾ എന്തൊക്കെയാണെന്നും ഇത് നേരിട്ട് കണ്ടവരല്ലേ നിങ്ങൾ? അത്രയൊന്നും വേണമെന്ന് ഞാനും പറയുന്നില്ല. പക്ഷെ അത്രയൊക്കെ ഓരോ മക്കളും ആഗ്രഹിക്കുന്ന കാര്യങ്ങളാ. അതിന്റെ പാതിയെങ്കിലും ഞങ്ങൾ കിട്ടിയിട്ടില്ല. അതോർക്കുമ്പോഴാ ഇന്ദുവിന്റെ സ്വരം നേർത്തു. പിന്നെ ലോകത്തെ എവിടെയില്ലാത്തൊരു നാട്ടു നടപ്പ് അതിന് ഞാനും കൂടെ നിങ്ങൾക്കൊപ്പം ആടിത്തരുന്നതാണെന്ന് നീ പറയുന്നത്? അത് ഇവിടെ നടക്കുന്ന എന്റെ പൊന്നുമോളെ, വെറുതെ നീ സ്വപ്നം കാണുകയും വേണ്ട. നീതുവിന്റെ വരവ് തനിക്ക് തീരെ ഇഷ്ടമായിട്ടെന്നുള്ള ജയശ്രീയുടെ പരസ്യമായ ഒരു പ്രഖ്യാപനം കൂടിയായിരുന്നു ഇന്ദുവിന് നേരെ പറഞ്ഞ വാക്കുകൾ. മറ്റുള്ളവർ അത് പെട്ടെന്ന് മനസ്സിലാക്കുകയും ചെയ്തു. രാജീവിന്റെ മുഖം വിളറി വെളുത്തുപോയി അത് കേട്ടതോടെ. എന്റെ ഇന്ദു, നീ ഇങ്ങനെ വെറുതെ ടെൻഷനാവില്ലേ? അങ്ങനെ ഒരു ആലോചനയുടെ കാര്യം അമ്മ അവരോട് പറഞ്ഞു എന്നുള്ള സത്യം തന്നെയാ. പക്ഷെ അത് നടന്നിട്ടില്ലല്ലോ. നടക്കുമ്പോൾ എന്തായാലും നീ അറിയും. ഇപ്പൊ തന്നെ അതിന്റെ പേരിൽ ഒരു ലഹള വേണോ? ചാരു വന്നിട്ട് ഇന്ദുവിന്റെ തോളിൽ കൂടി ചേർത്ത് പിടിച്ചിട്ട് അവളൊന്ന് ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചു. ഇനിയിപ്പോ അങ്ങനെ ആശ്വസിക്കാൻ ചേച്ചി. പക്ഷെ അതിലും അത്ര ഉറപ്പൊന്നും പറയാൻ പറ്റില്ല. ഇതാണ് നിന്റെ ചെക്കനെന്ന് പറഞ്ഞിട്ട് ഒരു ദിവസം അവർ കാണിച്ചിരുന്ന ഒരു ചെക്കൻ്റെ മുമ്പിൽ തലനീട്ടി കൊടുക്കാനാ യോഗമെങ്കിൽ അതും നടക്കും. എന്നിട്ട് അപ്പോഴും അവർ പറയും ഇതാണ് നാട്ടു നടപ്പെന്ന്. ഇന്ദുവിന്റെ അമർഷം തീരുന്നില്ല. പക്ഷെ അതിന് വെച്ച വെള്ളങ്ങ് വാങ്ങി വെക്കുന്ന നിങ്ങൾക്ക് നല്ലത്. എനിക്ക് ജീവനുള്ളിടത്തോളം കാലം അതിന് തന്നെ കിട്ടുമെന്ന് നിങ്ങൾ ആരും വിചാരിക്കണ്ട. വെല്ലുവിളി പോലെ അത് പറഞ്ഞിട്ട് രാധാകൃഷ്ണൻ ഒരിക്കൽ കൂടി നോക്കിയിട്ട് ഇന്ദു അകത്തേക്ക് കയറിപ്പോയി. നന്ദി, നമസ്കാരം. പ്രിയയുടെ ആത്മവിശ്വാസം നേടിയിരിക്കുന്ന വാക്കുകൾ. നേരത്തെ ഒരു ചിരിയോടെ സദസ്സിനെ കൈകൂപ്പി ഉണങ്ങിയിട്ട് അവൾ ആദ്യം നോക്കിയത് ആദിയുടെ നേരെയാണ്. തോറ്റു തരില്ല ഞാൻ എന്നൊരു ധ്വനിയുണ്ട് അവളുടെ കണ്ണിൽ. പതിയെ വിടരുന്ന ചൊടിയിൽ ആദിക്കത് പെട്ടെന്ന് മനസ്സിലായി. ഗംഭീര കയ്യടിയോടെ അവളുടെ വാക്കുകൾക്കുള്ള അഭിനന്ദനങ്ങളായി ആൾക്കൂട്ടം അവളെ ചേർത്തു പിടിച്ചു. അത്രമാത്രം സ്ഫുടതയോടെയാണ് അവർ ഓരോ വാക്കും പറഞ്ഞത്. ഹൃദ്യമായി അവിടെ കൂടിയ ഓരോരുത്തരെയും അവൾ ആ വേദിയിൽ നിന്നിട്ട് സ്വാഗതം ചെയ്തു. വിചാരിച്ച പോലെയല്ലോ മുത്തച്ഛന്റെ കൃഷ്ണപ്രിയ. ലളിത സുന്ദരമായി പ്രിയ പറയുന്ന വാക്കുകൾ കേട്ടതും ആദ്യ മനോഹരമായൊരു മന്ദഹാസത്തോടെ ഓർത്തു. പ്രിയയെ സ്വാഗതം പറയാൻ വിളിച്ചതിന്റെ അസൂയ പല മുഖങ്ങളിലും വീർത്തുകെട്ടി കിടക്കുന്നുണ്ടായിരുന്നു. ഗുഡ് ജോബ് ആൻഡ് കൺഗ്രാറ്റ്സ്. ആദ്യ മൈക്ക് കയ്യിലെടുക്കും മുന്നേ പ്രിയയെ നോക്കി ഗൗരവത്തോടെ തന്നെയാണ് പറഞ്ഞത്. അവളൊന്ന് ചിരിക്കുക മാത്രം ചെയ്തു. ഞാനും തോറ്റരില്ലെന്ന് അവനെയും വാക്കുകൾ വെളിപ്പെടുത്തണമെന്നുള്ള കുഞ്ഞൊരു വാശി ആ പ്രശംസാ വാക്കുകളിൽ പറ്റിപ്പിടിച്ച് കിടക്കുന്നുണ്ടായിരുന്നു. നമസ്കാരം. ആദിയുടെ പ്രൗഢഗംഭീരമായ സ്വരം മൈക്കിലൂടെ മുഴങ്ങി. നേരത്തൊരു ചിരിയോടെ അവൻ ആദ്യം തന്നെ അവനൊന്ന് പരിചയപ്പെടുത്തുകയാണ് ചെയ്തത്. സ്കൂളിൽ അവൻ നടത്താൻ ഉദ്ദേശിക്കുന്ന പുരോഗതികളെക്കുറിച്ചും അതിനുവേണ്ട നിർദ്ദേശങ്ങൾ അവൻ പറയുകയും മറ്റുള്ളവർക്ക് അഭിപ്രായം പറയാൻ അവസരമൊരുക്കുകയും ചെയ്തു. വിടർന്ന് ചിരിക്കുന്നില്ല എങ്കിലും മുന്നിലുള്ളവരെ പിടിച്ചെടുത്താൻ മാത്രം പവറുള്ള ഒരു ചിരി എപ്പോഴും അവനിലുണ്ടെന്ന് പ്രിയ കണ്ടുപിടിച്ചു. എന്നോട് സംസാരിക്കും മാത്രം മൂരാജി സ്വഭാവം മർത്തങ്ങാമോർന്നു. ആദ്യം നോക്കി പ്രിയ പിറിവിറുത്തു. എന്റെ സ്കൂളല്ല, നിങ്ങളുടേതുമല്ല, നമ്മുടേതാണ്. അപ്പൊ ആ സ്കൂളിന്റെ വികസനം നമ്മുടേതാണ്, നമ്മുടെ മക്കളുടേതാണ്, നാടിന്റെയാണ്. വളർന്നു വരുന്നൊരു നല്ല തലമുറയ്ക്ക് വേണ്ടിയാണ്. എനിക്കൊപ്പം നിങ്ങൾ കൂടിയുണ്ടെങ്കിൽ നമുക്കിത് കുറച്ചുകൂടി വികസനങ്ങളിലേക്ക് നയിക്കാം എന്ന് പറയുന്നു ഗൈസ്. സ്റ്റേജിൽ നിന്ന് സദസ്സിലേക്ക് ചാടിയിറങ്ങി ആൾക്കൂട്ടത്തിൽ നടുവിലൂടെ നടന്നുകൊണ്ട് ചുറുചുറുക്കോടെ പറയുന്ന ആദിയുടെ നേതൃപാഠത്തെ പ്രിയ അത്ഭുതത്തോടെ നോക്കി. നിറഞ്ഞ കയ്യടിയോടെ അവനൊപ്പം നിൽക്കാമെന്ന് അവർ വാക്ക് കൊടുക്കുന്ന കണ്ട് അവളും കൈയടിക്കുന്നുണ്ടായിരുന്നു. വീണ്ടും അവൻ എന്തൊക്കെയോ പറയുന്നുണ്ട്. എല്ലാം സ്കൂളിൽ നടത്താൻ കരുതി വെച്ച പുരോഗതികളെ കുറിച്ചാണ്. 2 ദിവസം കൊണ്ട് ഈ സ്കൂളിൽ ഇത്രയും കുറവുകളുണ്ടെന്ന് സാറ് മനസ്സിലാക്കിയല്ലോ. മുത്തച്ഛനെ പോലെ തന്നെ ആള് ചില്ലറക്കാരനൊന്നുമല്ല. തനിക്ക് തൊട്ടടുത്തിലേക്ക് നവാസ് മാഷ ആവേശത്തിൽ പറയുന്നത് പ്രിയ വ്യക്തമായും കേട്ടിരുന്നു. അവളും ചിരിയോടെ അവന്റെ വാക്കുകൾക്ക് കാതോർത്ത് നിന്നു. ഓക്കെ ഗൈസ്, അപ്പൊ പറഞ്ഞ പോലെ ഇനി അങ്ങോട്ട് നമ്മൾ ഒരുമിച്ചുള്ള ഒരു യാത്രയാണ്, ജയിക്കാൻ വേണ്ടിയുള്ള യാത്ര. ആദ്യം പറഞ്ഞ് അവസാനിപ്പിക്കാനുള്ള ശ്രമത്തിലാണ്. അരമണിക്കൂറോളം അവനെ ശ്രദ്ധയോടെ കേട്ടിരുന്നവർക്ക് നന്ദി പറഞ്ഞുകൊണ്ടവൻ സ്റ്റേജിലേക്ക് കയറാനായി തിരിഞ്ഞതും ഷോക്ക് അടിച്ച പോലെ വിറച്ചുപോയി. അച്ഛൻ ശബ്ദമില്ലാതെ മീറ്റിംഗ് ഹാളിലെ വാതിക്കൽ നെഞ്ചിൽ കൈകെട്ടി നിൽക്കുന്ന ആൾക്ക് നേരെ നോക്കി അവന്റെ ചുണ്ടുകൾ മന്ത്രിച്ചു. എന്താ അച്ഛനാണ്? തനിക്കൊപ്പം വാതിക്കിലേക്ക് നീളുന്ന കണ്ണുകൾ നിരവധിയാണെന്ന് കണ്ടതും ആദി പെട്ടെന്ന് പറഞ്ഞു. അത് കേട്ടത് ഒരു പൂച്ചച്ചിരിയോടെ ദേവൻ പിന്തിരിഞ്ഞടക്കുന്ന കണ്ടതും അവന്റെ നെഞ്ചിരിപ്പ് പിന്നെയും കൂടി. ഓക്കെ ഗൈസ്, നമുക്കിനി മറ്റൊരു മീറ്റിംഗിൽ വീണ്ടും കാണാം. സ്കൂളിനെ കുറിച്ചോ ഇവിടെ നിങ്ങൾ ഏൽപ്പിച്ച നിങ്ങളുടെ മക്കളെ കുറിച്ചോ എന്തായാലും നിങ്ങൾക്ക് എന്നെ കോണ്ടാക്ട് ചെയ്യുന്നതാണ്. ബൈ. അതുവരെയും പറഞ്ഞ പോലെ ഒരു ഒഴുക്കപ്പോൾ അവന്റെ സംസാരത്തിൽ നിന്ന് പ്രിയ ശ്രദ്ധിച്ചു. വല്ലാത്തൊരു വെപ്രാളവും പരവേശവും ഉണ്ട് അവന്. ആ മുഖത്തും ഭാവങ്ങളിലും അത് പ്രകടമാവുകയും ചെയ്യുന്നുണ്ട്. അത്രയും നേരം വളരെ കാര്യമായി പറഞ്ഞു തകർത്തവന് അപ്പോഴതെങ്ങനെയെങ്കിലും അവസാനിപ്പിച്ചു പോയാൽ മതി എന്നൊരു ഭാവമാണ്. അത്രയും വലിയൊരു ആൾക്കൂട്ടത്തിലേക്ക് ഇറങ്ങി ചെന്നിട്ട് വളരെ ലാഘവത്തോടെ രസകരമായി കാര്യങ്ങൾ അവതരിപ്പിച്ചവന് അച്ഛനെ കണ്ട മുതൽ വാക്കുകൾ പോലെ അന്യമായതുപോലെ വിയർപ്പ് മുടിഞ്ഞ അവന്റെ മുഖം വിളറി വെളുത്തിരുന്നു.
സ്വന്തം അച്ഛനെ കണ്ടൊരു മകന്റെ ചെയ്തികളായിരുന്നില്ലെന്നത് പ്രിയ വളരെ പെട്ടെന്ന് തന്നെ മനസ്സിലാക്കി. മണിയേട്ടാ, ഇതൊന്ന് നോക്കിയേക്കണേ, ഞാൻ ഓഫീസിലുണ്ടാവും. കയ്യിലുള്ള മൈക്ക് മേശയിലേക്ക് വെച്ചുകൊണ്ട് ആദ്യ ധൃതിയിൽ ഓടിയിറങ്ങിപ്പോയി. സ്വന്തം ഓഫീസ് മുറിയിലേക്ക് കയറും മുന്നേ ആദ്യ പോക്കറ്റിൽ നിന്ന് വെളുത്ത കർച്ചീഫ് എടുത്തുകൊണ്ട് മുഖം അമർത്തി തുടച്ചു. കണ്ണടച്ച് ദീർഘമായൊന്ന് ശ്വാസം എടുത്തുകൊണ്ട് അവൻ വല്ലാതെ മിടിക്കുന്ന ഹൃദയത്തെ ശാന്തമാക്കാൻ ശ്രമിച്ചു. ഇപ്പോഴുള്ള അച്ഛൻ്റെ ഈ സന്ദർശനം അത് വെറുമൊരു വരവ് മാത്രമാണെന്ന് കരുതാൻ വയ്യ. സ്കൂളിൽ ജോയിൻ ചെയ്തുവെന്ന് അച്ഛൻ അറിഞ്ഞിരിക്കാം. എന്നിട്ടും അന്നൊന്നൊരു വാക്ക് പോലും പറയാതെ ഇന്നിപ്പോൾ നേരെ സ്കൂളിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അതിനു പിന്നിൽ വളരെ വലിയ എന്തെങ്കിലും ലക്ഷ്യമുണ്ടായിരിക്കാം, അതുറപ്പാണ്. അകത്തേക്ക് കയറും മുന്നേ സ്വന്തം മനസ്സിനെ തന്നെ പറഞ്ഞു പഠിപ്പിക്കാനുള്ള ഒരു അവസാന ശ്രമത്തിലായിരുന്നു ആദ്യം. അച്ഛൻ ഇനി എത്രയൊക്കെ പറഞ്ഞാലും എന്തൊക്കെ ചെയ്താലും ഞാനിവിടെ വിട്ടു വരുന്നില്ലെന്ന് വളരെ കർശനമായി പറയേണ്ടിയിരിക്കുന്നു. തന്നോട് അച്ഛന് തോന്നാത്ത സഹതാപമൊന്നും തനിക്ക് തിരിച്ചു അച്ഛനോട് തോന്നേണ്ട യാതൊരു കാര്യവുമില്ല. ധൈര്യം പകർന്നു കൊടുത്തുകൊണ്ടായിരിക്കാം അവന്റെ ഹൃദയമിടിപ്പപ്പോൾ സാധാരണ രീതിയിലായിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ഒട്ടും വിറയിലില്ലാതെയാണ് അവൻ ആ വാതിലിന്റെ ലോക്കിൽ പിടിച്ചു തിരിച്ച് വാതിൽ തുറന്നുകൊണ്ട് അകത്തേക്ക് കയറിയത്. വിചാരിച്ച പോലെ തന്നെ ലോകത്തിലെ എല്ലാ പൂച്ചവും സ്വന്തം മുഖത്തേക്ക് ആവാഹിച്ചുകൊണ്ട് ആ മുറിയിലെ കസേരയിൽ നിവർന്നിരിപ്പുണ്ട് അവന്റെ അച്ഛൻ. ആഹാ, വന്നോ? തന്നെ കണ്ടതും ആ മുഖം ഒന്നുകൂടെ പൂച്ചത്താൽ കൂടിയത് ആദ്യ വ്യക്തമായും കണ്ടുപിടിച്ചിരുന്നു. അയാളിൽ നിന്നും അത്രമാത്രം പ്രതീക്ഷിക്കുന്നുണ്ടായിരിക്കണം ആദ്യം സങ്കടമൊന്നും തോന്നിയില്ല. കൊള്ളാം, ലണ്ടനിൽ നിന്നും ഫസ്റ്റ് ക്ലാസ് സർട്ടിഫിക്കറ്റ് വാങ്ങി വന്ന എൻ്റെ മകൻ തെരഞ്ഞെടുത്ത ജോലി കൊള്ളാം, വളരെ നന്നായിരിക്കുന്നു. എനിക്കത് പെരുത്ത് ഇഷ്ടമായി. എനിക്കത് ഒരുപാട് ഇഷ്ടമായി. നിന്നെ ഓർത്ത് എനിക്ക് അഭിമാനം തോന്നുന്നു ആദിത്യ മഹാദേവൻ. അത്രയും നല്ലൊരു കാര്യമാണല്ലോ നീ ചെയ്യുന്നത്. ദേവന്റെ ക്രൂരമായ പരിഹാസം അത് പ്രതീക്ഷിക്കുന്നുണ്ടായിരിക്കാം ആദ്യം അയാൾക്ക് നേരെ നോക്കിയതല്ലാതെ ഒന്നും പറഞ്ഞില്ല. അച്ഛനെന്ത് വേണം? അത്രയൊക്കെ പ്രകോപിപ്പിക്കുന്ന വാക്കുകളുണ്ടായിട്ടും സംയമനം കൈവിടാതെ അവൻ ശാന്തമായി ദേവനെ നോക്കി ചോദിച്ചു. സ്കൂളിൽ വെച്ചൊരു സീൻ ഉണ്ടാക്കരുതെന്നുള്ളത് ആദിയുടെ വാശിയായിരുന്നു. മുത്തച്ഛനാണ് അത് അപമാനമാവുന്നത്. അതിനുള്ള അവസരം ഉണ്ടാക്കിക്കൂടാ എന്നവൻ മനസ്സിൽ ഉറപ്പിച്ചു കഴിഞ്ഞിരുന്നു. നിന്നെ ലണ്ടനിൽ വിട്ട് പഠിപ്പിക്കാൻ എനിക്ക് ചെലവായത് 1-2 രൂപയല്ല, ലക്ഷങ്ങളാ. അതൊന്നും തിരികെ വേണം ഞാൻ ഒരിക്കലും പറയില്ല. കാരണം നീ എൻ്റെ മകനാ, ഞാൻ നിന്റെ അച്ഛനും. നീ അത് പറഞ്ഞാലും എനിക്കത് പറ്റില്ലല്ലോ. പക്ഷേ ലണ്ടനിൽ നിന്ന് ഫസ്റ്റ് ക്ലാസ് പഠിച്ചിറങ്ങി വന്ന മകനിൽ നിന്ന് ഞാനെന്ന അച്ഛനും ചിലതെല്ലാം പ്രതീക്ഷിക്കുന്നുണ്ടായിരുന്നു. അതൊന്നും എനിക്ക് കിട്ടില്ല എന്ന് നിനക്കും അറിയാലോ. അതിനെക്കുറിച്ച് എന്താ നിനക്ക് പറയാനുള്ളത്? തന്റെ വാക്കുകൾ കേട്ട് താൻ പ്രതീക്ഷിക്കുന്ന ഒരു സങ്കടം ആദിയുടെ മുഖത്തിൽ നിന്ന് കണ്ടതും ദേവൻ കസേരയിൽ നിന്ന് ദേഷ്യത്തോടെ ചാടി എഴുന്നേറ്റുകൊണ്ട് ആദി മുമ്പിൽ വന്ന് നിന്നു. ഒരുപാട് പ്രാവശ്യം ഞാനും അച്ഛനും പറഞ്ഞ് മുഷിഞ്ഞ വിഷയമാണിത്. ഇനി ഇത് തന്നെ പറയാൻ തൽക്കാലം എനിക്ക് താല്പര്യമില്ല. ലണ്ടനിൽ പോകണമെന്നും പഠിക്കണമെന്നും ഞാനൊരിക്കലും അച്ഛനോട് പറഞ്ഞിട്ടില്ല. എന്നെ അങ്ങോട്ട് പോകാൻ നിർബന്ധിച്ചപ്പോഴും ഞാൻ അച്ഛനോട് ആവശ്യപ്പെട്ട് ഇതെന്റെ സ്വപ്നമല്ല, ഇതല്ല എൻ്റെ വഴി, ഇതിനുവേണ്ടി നിങ്ങൾ വെറുതെ കാശ് ചെലവാക്കരുതെന്നുള്ളതായിരുന്നു. പക്ഷേ നിങ്ങൾക്ക് നിങ്ങളുടെ വാശിയായിരുന്നു വലുത്. അതിനിടയിൽ എൻ്റെ സ്വപ്നങ്ങളും സങ്കടങ്ങളും നിങ്ങൾ കണ്ടിട്ടേയില്ല. തികച്ചും അക്ഷോഭ്യനായിട്ടാണ് ആദി ദേവനോടത് പറയുന്നത്. ഓഹോ, നിനക്ക് വേണ്ടി അത്രയൊക്കെ ചെയ്ത് ഞാനിപ്പോൾ വെറും വീട്ടിയെന്നാണ് നീ പറയുന്നത്? ദേവന്റെ കണ്ണുകൾക്ക് തീക്ഷ്ണതയേറി. ഒരുപാട് പ്രാവശ്യം പറഞ്ഞിട്ടും ഇതിന് ഉത്തരം എനിക്ക് പറയാനോ അച്ഛനത് കേൾക്കാനോ സാധ്യമാകാത്ത സ്ഥിതിക്ക് ഇനി ഇത് പറഞ്ഞ് മുഷിയാൻ എനിക്കൊട്ടും താല്പര്യമില്ല. അച്ഛൻ വന്ന കാര്യം പറയണം. ആ നോട്ടം കണ്ടിട്ടൊന്നും ചലിക്കുക പോലും ചെയ്യാതെ ആദിയുടെ കണ്ണിലേക്ക് ദേവൻ തുറിച്ചു നോക്കി. നീ എൻ്റെ കൂടെ വരണം, അതാണ് എനിക്ക് വേണ്ടത്. നിന്നെക്കുറിച്ച് ഞാൻ ഒരുപാട് സ്വപ്നങ്ങൾ കണ്ടിരുന്നു. അതെല്ലാം എനിക്ക് നടത്തിയെടുക്കണം. എന്താ, നിനക്ക് പറ്റുമോ അതെല്ലാം നടത്തിത്തരാൻ? ദേവനൊരു വെല്ലുവിളി പോലെ ആദിയെ നോക്കി. ബുദ്ധിമുട്ടാണ് അച്ഛൻ, എനിക്ക് ഇവിടുന്ന് വരാൻ. ആദ്യ ആൾക്കുമ്പിൽ കൈകെട്ടി നിന്നു. അതുവരെയും ശാന്തമായിരുന്ന അവന്റെ ഹൃദയം വീണ്ടും അതിദ്രുതം മിടിക്കാൻ തുടങ്ങി. ഞാൻ നിന്റെ അച്ഛനാ, നിന്നെ കൊണ്ടുപോകാനാ ഞാൻ വന്നത്. ദേവൻ വല്ലാത്തൊരു ചിരിയോടെ ആദിയെ നോക്കി. അച്ഛൻ്റെ മകൻ്റെ പ്രായം 5 അല്ല, 25 അച്ഛനും മനസ്സിലാക്കണം. ഈ ഒരു ആവശ്യത്തിന് വേണ്ടിയാണ് അച്ഛൻ ഇങ്ങോട്ട് വന്നെങ്കിൽ അത് വേസ്റ്റാണെന്ന് എനിക്ക് പറയാനുള്ളൂ. ആദ്യയാളെ നോക്കാതെ മുഖം തിരിച്ചു. ഉറപ്പാണോ? ദേവൻ കുറച്ചുകൂടി ആദിയുടെ അരികിലേക്ക് നിന്നു. യെസ്. അവനും വാശിയോടെ ദേവനെ നോക്കി. ഒന്നുകൂടി ആലോചിച്ച് നോക്കിയിട്ട് പോരെ ഇത്രയും ഉറപ്പിച്ചു പറയുന്നത്? ദേവന്റെ പരിഹാസത്തെ ആദി ചിരിയോടെ നേരിട്ടു. ഒരുപാട് ആലോചിച്ച് ഞാനെടുത്ത തീരുമാനമാണ് ഈ സ്കൂളിലേക്ക് വരിക എന്നുള്ളത്. ഇനി ഇവിടുന്ന് ഇറങ്ങണോ എന്ന് ആലോചിക്കാനും എനിക്ക് ഒരുപാട് സമയമൊന്നും വേണ്ടി വരില്ല. പക്ഷെ അതൊരിക്കലും അച്ഛനോടൊപ്പം ചേരാനാവില്ല. അച്ഛൻ്റെ സ്വപ്നങ്ങളിലേക്ക് വരാൻ എനിക്കാവില്ല. പകരം എനിക്കുണ്ട് സ്വപ്നങ്ങൾ. എൻ്റെ സ്വപ്നങ്ങൾ നേടിയെടുക്കാനായി ഞാൻ ഇവിടുന്ന് പോവുക ചെയ്യും. ആദിയുടെ മുഖത്തും ദേഷ്യം നിറഞ്ഞു. അവൻ്റെ കൈകൾ ചുരുണ്ടു. ചുവന്നുപോയ ആ മുഖത്തുനിന്ന് ദേവനത് മനസ്സിലായി. എങ്കിൽ നീയും കരുതിയിരുന്നോ? ദേവൻ ആഗ്രഹിച്ചൊന്നും ഇന്നേവരെ നടക്കാതിരുന്നിട്ടില്ല. എൻ്റെ മകൻ്റെ കാര്യത്തിലായാലും അങ്ങനെ തന്നെ സംഭവിക്കും. എനിക്കിതിലിപ്പോൾ ഒരു സംശയമില്ല. ഇതിപ്പോൾ എൻ്റെ വാശിയാണെന്ന് കൂട്ടിക്കോ നീ. ദേവൻ അവർ നേരെ വിരൽ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു. നിങ്ങൾ എൻ്റെ അച്ഛനാണെന്ന് പറഞ്ഞല്ലോ, അപ്പം നിങ്ങളുടെ അതേ വാശി മകനായ എനിക്കുണ്ടാവുമല്ലോ. അച്ഛൻ്റെ സ്വപ്നങ്ങളിലേക്ക് ഇവിടുന്ന് ഞാൻ വരില്ലെന്ന് പറഞ്ഞ് എൻ്റെയും വാശിയാണെന്ന് കൂട്ടിക്കോ. ആദ്യം വിട്ടുകൊടുത്തില്ല.
ഇവിടെ താൻ ഒരല്പം താഴ്ന്നു കൊടുത്താൽ പിന്നീട് ഒരിക്കലും തനിക്ക് തന്റെ സ്വപ്നങ്ങളിലേക്ക് എത്തിപ്പെടാൻ കഴിയില്ലെന്ന് ഒരു ഉൾവിളി കിട്ടിയതുപോലെ ആദിക്ക് തോന്നിയിരുന്നു. ഇനി ഞാൻ വിളിച്ചിട്ടല്ല, നീ ആയിട്ട് തന്നെ എന്നോട് പറയും. നിനക്ക് ഇവിടെ ഈ നാടിനെയും ഈ സ്കൂളിനെയും എന്തിന് നിന്റെ മുത്തച്ഛനെ പോലും വേണ്ടെന്നുള്ളത്. ഇതെല്ലാം വെറുത്തിട്ട് നീ എന്റെ കൂടെ പോരും. ദേവനാ പറയുന്നത്, ഓർത്തോ. വല്ലാത്തൊരു ക്രൂരതയോടെ അയാളത് പറഞ്ഞു കേട്ടപ്പോൾ ആദിയുടെ ഹൃദയം പിടഞ്ഞു. സ്വന്തം മകന്റെ സന്തോഷത്തെക്കാളും വലുതായി എനിക്ക് എന്റെ കാര്യമാണെന്ന് ഇതിലും മനോഹരമായിട്ടൊരച്ഛൻ ഇനി എങ്ങനെ പറയാനാണ്? അതുവരെയും ദേവന്റെ വാക്കുകളെയും പ്രവൃത്തികളെയും ചെറുത്തുന്നവന്റെ ഹൃദയത്തിൽ പോറിൽ വീണതും ചോര പൊടിഞ്ഞതും ആ ഒരൊറ്റ ഓർമ്മയിലായിരുന്നു. അവന്റെ ചുണ്ടിൽ ഒരു വിളറിയ ചിരിയുണ്ടായിരുന്നു. അപ്പോൾ മുത്തച്ഛ, തളർന്നു തൂങ്ങിയപ്പോൾ ആദിയുടെ വിളി മാധവമാഷിനെ നെറ്റിയൊളിഞ്ഞു. എന്താടാ ആദി, അവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടായോ? നിന്റെ ശബ്ദം എങ്ങനെ ഇരിക്കുന്നത്? മാഷിനോട് എന്ത് മറുപടികളെന്നറിയാതെ ആദ്യൊരു നിമിഷം പകച്ചിരുന്നു പോയി. തനിക്കുള്ള ഒരു അഗ്നിപർവ്വതം പോലെ പുകയുന്നുണ്ട്. ഒരുപാട് നേരം ഓഫീസ് മുറിയിൽ ആ കസേരയിൽ തലകുനിച്ചിരുന്നു. വരുന്നില്ലെന്ന് അച്ഛനോട് അറുത്തുമുറിച്ച് പറഞ്ഞുവെങ്കിലും അച്ഛൻ അതങ്ങനെ വെള്ളം തൊടാതെ വിഴുങ്ങുമെന്ന് വിചാരിക്കാനാവുന്നില്ല. തന്നെ കൊണ്ടുപോകാനുള്ള വഴി ഏത് വിധേനെ അച്ഛൻ സ്വീകരിക്കുമെന്ന് അവൻ ഉറപ്പുണ്ടായിരുന്നു. സത്യത്തിൽ ആ ഒരു ഉറപ്പിനെയാണ് അവനേറെ ഭയന്നത്. സ്വന്തം കാര്യം നടക്കാൻ വേണ്ടി ഏത് നാറിയ കളിയും കളിക്കാൻ യാതൊരു മടിയുമില്ലാത്ത ഒരാളാണ് സ്വന്തം അച്ഛനെന്ന് അവൻ അപമാനത്തോടെയാണ് ഓർത്തത്. ആദി, വീണ്ടും കാതിൽ മാഷിന്റെ ആദ്യം നിറഞ്ഞ വിളിയെത്തി. അച്ഛൻ വന്നിട്ടുണ്ട് മുത്തച്ഛ. നന്നേ നേർത്തുപോയ സ്വരത്തിൽ അവനത് പറയുമ്പോൾ മറുവശം ഒരു നിമിഷം നിശബ്ദമായി. അതിന് നിനക്കെന്താടാ മോനെ? നിന്റെ അച്ഛൻ വന്നിട്ടുണ്ടെങ്കിൽ വന്ന പോലെ തന്നെ തിരിച്ചു പോയിക്കോളും. നീ എന്തിനാ വെറുതെ അതോർത്തുകൊണ്ട് വേവലാതിപ്പെടുന്നത്? മാഷിന്റെ സ്വരം, അതിനുള്ളിൽ നിറഞ്ഞു നിൽക്കുന്ന ഊർജം ആദിയുടെ തളർന്നുപോയ മനസ്സിനൊരൽപ്പം ആശ്വാസം പകർന്നു നൽകി. നേരെ സ്കൂളിലോട്ടാണോ നിന്റെ അച്ഛൻ വന്ന്? എങ്കിൽ അടുത്ത പിടിക്കേട്ട് തിരി കൊടുത്താൻ ഇനി നേരെ ഇങ്ങോട്ടായിരിക്കും വരുന്നത്. കുഞ്ഞൊരു ചിരിയോടെ മാഷിന്റെ പറച്ചിൽ കേൾക്കാം. ഞാനങ്ങോട്ട് വരണോ മുത്തച്ഛ? എന്തിനു മോനെ, എന്തിനു മോനെ? അവനെ നേരിടാൻ ഈ ഞാൻ തന്നെ ധാരാളം. വീര്യമൊട്ടും ചോർന്നു പോകാത്ത മാഷിന്റെ സംസാരം. നീ നിന്റെ അച്ഛൻ പറഞ്ഞിട്ട് പോയ വാക്കുകളെ കുറിച്ച് ഓർത്തിരിക്കാതെ നിനക്ക് ചെയ്യാനുള്ള മര്യാദക്ക് ചെയ്യ. മാഷി ഗൗരവത്തോടെ പറഞ്ഞു. ഒന്ന് മൂളിയിട്ട് ആദ്യം ഫോൺ കട്ട് ചെയ്തു. പിന്നീട് എത്ര ശ്രമിച്ചിട്ടും കലുഷിതമായ മനസ്സിനെ അവന്റെ പിടിയിൽ കിട്ടുന്നുണ്ടായിരുന്നില്ല. പരിപാടി അങ്ങ് പൊളിച്ചല്ലോ മോനെ. നിറഞ്ഞ ചിരിയോടെ അതും പറഞ്ഞുകൊണ്ടാണ് മണിയേട്ട അവനരിയിലേക്ക് വന്നു. ആദ്യം ഒന്ന് ചിരിക്കുക മാത്രം ചെയ്തു. മാധവമാഷിന്റെ കൊച്ചുമോൻ തന്നെ. ആൾക്ക് ഇതുപോലെ മനുഷ്യരെ പിടിച്ചെത്താനുള്ള ഒരു പ്രത്യേക കഴിവാ. ഇന്ന് വന്നവരിൽ ഏറെ പേര് അതിനെ പറഞ്ഞു. മാഷിന് പറ്റിയ മകനെ കിട്ടിയില്ലേലും കൊച്ചുമോനെ ദൈവം അനുഗ്രഹിച്ചു കൊടുത്തിട്ടുണ്ടെന്ന്. അതുവരെ അവനിൽ നിറഞ്ഞിരുന്ന അസ്വസ്ഥതകൾ അല്പമൊന്ന് കുറയാൻ മണിയേട്ടന്റെ ആത്മാർത്ഥത നിറഞ്ഞ വാക്കുകൾക്കായി. ആദി സാറിൽ നിന്ന് അവരെന്തൊക്കെയോ പ്രതീക്ഷിക്കുന്നുണ്ട് കേട്ടോ. അവരെ നിരാശപ്പെടുത്തരുത് മോൻ. കയ്യിലെ ഫ്ലാസ്കിൽ നിന്നൊരു ഗ്ലാസ്സിലേക്ക് കോഫി ഒഴിച്ചത് ആദിക്ക് നേരെ നീട്ടി മണിയേട്ടൻ ചിരിയോട് ആവശ്യപ്പെട്ടു. തീർച്ചയായിട്ടും മണിയേട്ട, ഞാൻ എൻ്റെ കഴിവിൻ്റെ പരമാവധി ശ്രമിക്കും. അവർക്കിടയിൽ നിന്ന് വെറുതെ ഷോ കാണിച്ച് ആളാൻ വേണ്ടി പറഞ്ഞല്ല ഞാൻ. അവിടെ വെച്ച് സംസാരിച്ചു തോന്നി. ഈ സ്കൂളിന് വേണ്ടി ഞാൻ കണ്ട സ്വപ്നങ്ങളാണ്. ആദ്യ ആത്മവിശ്വാസത്തോടെ പറഞ്ഞു കേട്ടതും മണിയേട്ടൻ്റെ മുഖം തിളങ്ങുന്നുണ്ടായിരുന്നു. ഈ സ്കൂളിനെ ഇവിടുത്തെ ആൾക്കാരെയും നിന്റെ മുത്തച്ഛനെ പോലും വെറുത്തിട്ട് നീ എൻ്റെ കൂടെ വരും. അതിപ്പോ എൻ്റെ വാശിയാ. അത് പറയുമ്പോഴും അവനുള്ളിൽ ദേവന്റെ വാക്കുകൾ തിളച്ചു മറിയുന്നുണ്ടായിരുന്നു. വൈകുന്നേരം വീട്ടിലെത്തുമ്പോഴും ദേവനെ ആദ്യം അവിടെ പ്രതീക്ഷിക്കുന്നുണ്ടായിരുന്നു. ആ ധൃതിയിലാണ് അവൻ സ്കൂളിൽ നിന്ന് ഇറങ്ങിയത്. പതിവില്ലാതെ വളരെ സ്പീഡിൽ കാർ ഓടിച്ചുകൊണ്ട് വീട്ടിലേക്ക് മടങ്ങിയത്. പക്ഷെ പതിവ് പോലെ മാഷ് മാത്രം ഉമ്മറത്തുണ്ടായിരുന്നു. എന്തായി, അച്ഛൻ വന്നു ഇങ്ങോട്ട്? മുത്തച്ഛന് വല്ലതും പറഞ്ഞോ? ആദ്യം മാഷിനരികിലേക്ക് വേഗത്തിൽ വന്നിട്ട് ചോദിച്ചു. നീ ഒന്ന് ശ്വാസം വിടറാ മോനെ. മാഷി ചിരിയോടെ ആദിയെ നോക്കി. ഇങ്ങോട്ട് വന്നിട്ടില്ല അല്ലേ? മാഷിന്റെ പ്രസന്നമായ മുഖം കണ്ടതും ആദി ചോദിച്ചു. ഇവിടെ എത്തിയിട്ടില്ല. ഇനി ഏത് സമയം അവന്റെ വരവ് പ്രതീക്ഷിക്കുന്നുണ്ട്. നീ സ്വപ്നം കണ്ടതാണോ ആദി? മാഷ് ഒരു കുറുമ്പോടെ കൊച്ചുമോനെ നോക്കി. പിന്നെ മീറ്റിംഗ് ഹാളിലുള്ള മുഴുവൻ ആളുകൾ എന്നെപ്പോലെ തന്നെ സ്വപ്നം കാണുമല്ലേ? ആദി മാഷിനെ തുറച്ചു നോക്കി. അച്ഛൻ വന്നതാ മുത്തച്ഛ, ഞാൻ കണ്ടതാ. ദേവന്റെ വാക്കുകൾ ഹൃദയത്തിൽ ഏൽപ്പിച്ച മുറിവുകൾ അപ്പോഴും ആ വരവ് സ്വപ്നമെല്ലാം തെളിയിക്കാൻ ശ്രമിക്കുന്ന പോലെ വിങ്ങുന്നുണ്ടായിരുന്നു അവനുള്ളിൽ. എങ്കിലും ഇവിടേക്കുള്ള വരവിന് മുഹൂർത്തം കുറിച്ച് കിട്ടിക്കാനുള്ള മഹാദേവന്. അത് പറയുമ്പോൾ മാഷിന്റെ മുഖം വലിഞ്ഞു മുറുകി. ആ വഴിയങ്ങ് പോകുന്നതാ അവൻ എന്തുകൊണ്ടും നല്ലത്. മാഷ് പുച്ഛത്തോടെ പറഞ്ഞു. അച്ഛൻ അങ്ങനെയൊന്നും പോകില്ല മുത്തച്ഛ. എന്തോ കാര്യ ഉദ്ദേശം താങ്ങി പിടിച്ചുള്ള വരവാ. അത്ര പെട്ടെന്നൊന്നും തോറ്റു പിന്മാറിപ്പോകുന്ന ശീലമല്ല നിങ്ങളുടെ പ്രിയപ്പെട്ട പുത്രന്. ആദ്യം ഒരു നെടുവീർപ്പോടെ മാഷിനെ നോക്കി. നമുക്ക് നോക്കാടാ എവിടെ വരെ പോകുന്നു. മാഷ് അപ്പോഴും മായാത്ത ചിരിയോടെയാണത് പറഞ്ഞത്. നീ പോയി കുളിച്ച് ആയെടുത്ത് കുടിക്കടാ, ഞാനിപ്പോ വരാം. അവിടെ തന്നെ ചടഞ്ഞുകൊണ്ടിരിക്കുന്ന ആദ്യം നോക്കി മാഷ് പറഞ്ഞു. മുത്തച്ഛന് ഇത് എങ്ങോട്ട് പോവാ? ഉമ്മർത്തുനിന്ന് മുറ്റത്തേക്ക് ഇറങ്ങുന്ന മാഷിനെ നോക്കി ആദ്യം ചോദിച്ചു. ഞാനൊന്ന് അമ്പലത്തിൽ പോയിട്ട് വരാം. മാഷി ചിരിയോടെ പറഞ്ഞു. കൂട്ടുകാരനും കൂടെ കാണും അല്ലേ? ഇല്ലടാ, ബാലിന് എവിടെയോ പോവാനെന്ന് പറഞ്ഞ് ഉച്ചക്ക് മുങ്ങിയതാ. എങ്കിൽ ഞാൻ കൂടെ വരാം. ഒരു 10 മിനിറ്റ് കൂടി കാത്തിരിക്കാമോ?
മാഷ് കൂടിയല്ലാതെ അകത്തിരുന്നാൽ തനിക്കുള്ളിലെ പുകച്ചിൽ കൂടുമെന്ന് തോന്നിയ ആദ്യം മാഷിനെ നോക്കി ചോദിച്ചു. മാഷ് ഒരു ചിരിയോടെ അവനെ നോക്കി. ദൈവം എല്ലായിടത്തും ഉണ്ടെന്നല്ലേ പറയപ്പെടുന്നത്. അപ്പൊ പിന്നെ പ്രാർത്ഥന നടത്താൻ മാത്രം അമ്പലത്തിലോ പള്ളികളിലോ ചർച്ചകളിലോ പോകുന്നത് എന്തിനാ? താൻ മുന്നേ ചോദിച്ച് ഓർത്തുകൊണ്ടായിരിക്കും ആ ചിരിയെന്ന് ആദ്യം മനസ്സിലായി. ഇവിടെ ഒറ്റയ്ക്കിരുന്ന് ബോറടിച്ച് മരിക്കാൻ തൽക്കാലം എനിക്ക് മനസ്സിലായി. അല്ലാതെ എന്റെ സിദ്ധാന്തം മാറ്റിയിട്ടൊന്നുമില്ല. എനിക്ക് മനസ്സിലായി. പെട്ടെന്ന് ഒരുങ്ങുക, ഞാൻ പുറത്തുണ്ടാവും. തലയാട്ടി ചിരിച്ചുകൊണ്ട് മാഷ് പുറത്തേക്ക് നടക്കുന്നത് കണ്ടതും ആദ്യ ധൃതിയിലകത്തേക്ക് ഓടിക്കയറി. മുറിയിലെത്തിയിട്ടിരുന്ന ഷർട്ട് മാറ്റുന്നതിനിടയിൽ തന്നെ അവൻ ഫോൺ എടുത്ത് സഞ്ജുവിനെ വിളിച്ചു. കോളേജിൽ നിന്ന് തിരികെ വന്നോടാ? സഞ്ജു ഫോൺ എടുത്തുകൊണ്ട് ആദ്യം ചോദിച്ചു. വീട്ടിലേക്ക് കയറൂടാ. ഇന്നെന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയിട്ടാണോ തിരികെ വന്ന്? നിന്റെ വിളി കാണുന്നതിന് എനിക്കിപ്പോൾ പേടിയാ. സഞ്ജുവിന്റെ സ്വരം. അതൊന്നല്ല. നീ അമ്പലത്തിൽ വരുന്നുണ്ടോ? നീ പെട്ടെന്ന് റെഡിയായി വാ. ആദ്യം തോളുകൊണ്ട് ഫോൺ ഇറുക്കി പിടിച്ച് കിടക്കയിലേക്ക് ഇരുന്നുകൊണ്ട് പാൻറ് വലിച്ചൂരിക്കൊണ്ട് പറഞ്ഞു. എന്താ നീ ഇപ്പോൾ പറഞ്ഞ്? സഞ്ജുവിന്റെ ആശ്ചര്യം നിറഞ്ഞ സ്വരം. ആദ്യ ചുണ്ടുകൾ കൂട്ടിപ്പിടിച്ചുകൊണ്ട് ചിരി ഒതുക്കി. കൈവിട്ട് കളഞ്ഞ ആയുധവും വാവിട്ട വാക്കും തിരിച്ചെടുക്കാൻ കഴിയില്ലെന്ന് അവൻ ഓർത്തു. എന്നൊരിക്കൽ അമ്പലത്തിൽ പോകാൻ വിളിച്ചപ്പോൾ താൻ പറഞ്ഞു പോയ വാക്കുകളാണ് ഇന്നിപ്പോൾ വില്ലനാവുന്നത്. മുത്തശ്ശൻ പുറത്ത് കാത്തിരിപ്പുണ്ട്. എനിക്ക് റെഡിയാവാനൊരു 10 മിനിറ്റ് തന്നിട്ടുണ്ട്. നീ പോകുന്നുണ്ടെങ്കിൽ നിനക്ക് റെഡിയാവാൻ 10 മിനിറ്റ് ഉണ്ട്. വരുന്നുണ്ട്, പെട്ടെന്ന് നോക്ക്. സഞ്ജുവിന്റെ മറുപടിക്ക് പോലും കാത്തിൽക്കാതെ ആദ്യം ഫോൺ കട്ട് ചെയ്തുകൊണ്ട് കിടക്കയിലേക്ക് ഇട്ട് ബാത്റൂമിലേക്ക് ഓടി. കുളിയെ ഒരു ആഘോഷമാക്കുന്നവൻ അന്ന് പക്ഷെ 5 മിനിറ്റ് കൊണ്ട് കുളിച്ചിറങ്ങി വന്നു. എന്തിനാണ് അമ്പലത്തിൽ പോകാൻ തനിക്ക് ഇത്രയും ആവേശമെന്നുള്ളത് അവൻ അപ്പോഴും അതിശയമായിരുന്നു. പ്രാർത്ഥിക്കാനല്ല, വല്ലാത്തൊരു ശാന്തത നിറഞ്ഞ ആ പരിസരവും അവിടുത്തെ കാറ്റും മണവുമെല്ലാം വല്ലാത്തൊരു സംതൃപ്തിയിലേക്ക് തന്നെ കൊണ്ടുപോകാറുണ്ടെന്ന് അവൻ ഓർത്തു. ആദ്യം ഒരു പാൻറ്റും ബനിയനും കയ്യിലെടുത്തുകൊണ്ട് ഒരുങ്ങാൻ തിരിഞ്ഞവൻ പിന്നെന്തോ ഓർത്തുകൊണ്ട് അത് തിരികെ വെച്ചു. അലമാരയിൽ ഏറ്റവും അടിയിൽ ഒരു കവറിൽ സ്റ്റിക്കർ പോലും പൊട്ടിക്കാത്തൊരു മുണ്ടെടുത്തവൻ ഒരു നിമിഷം ആലോചിച്ച് നിന്നിട്ട് അത് എടുത്തു. അതിന്റെ കരയുടെ കരിപ്പച്ച നിറത്തിൽ ഒരു ഷർട്ട് കൂടി ധരിച്ചതോടെ അവൻ ആകെ ഒരു മാറ്റം വന്ന പോലെ. മുണ്ടെടുത്തിട്ട് യാതൊരു പരിചയവുമില്ല. കഴിഞ്ഞ പിറന്നാൾ ദിവസം മുത്തച്ഛൻ സമ്മാനിച്ചാണ് മുണ്ടും ഷർട്ടും. അതിനൊപ്പമുള്ള ഷർട്ട് ഇടാറുണ്ടായിരുന്നുവെങ്കിലും മുണ്ടിന് അല്പം പേടിയോടെ മാറ്റിവെച്ചതായിരുന്നു. ഇപ്പോഴെന്തിനെടുത്തുടുത്തു എന്ന് അവൻ അറിയില്ലായിരുന്നു. ഭംഗിയായി മുടി ചീകിയൊതുക്കി കയ്യിലെ വാശും എടുത്ത് കെട്ടി ഒരു നിമിഷം ശങ്കിച്ചു നിന്നു. പിന്നെ കിടക്കൽ കിടന്ന പാൻറ്റിൽ നിന്ന് ബെൽറ്റ് വലിച്ചൂരി അരയിൽ മുണ്ടിന്റെ മീതെ കൂടി കെട്ടിവെച്ചപ്പോഴാണ് അവനൊരു ആശ്വാസം തോന്നിയത്. ആണുങ്ങളായ മുണ്ടെടുക്കാനും കൺമുമ്പിലൊരു പ്രശ്നം വന്ന ഉടുത്ത മുണ്ട് മടക്കി കുത്തി നെഞ്ചുറപ്പോടെ നിൽക്കാനും പഠിക്കണം എന്ന് മുത്തച്ഛൻ എപ്പോഴും പറയാറുണ്ടായിരുന്നു. ആ പറഞ്ഞതിനൊക്കെ ആഗ്രഹമുണ്ടായിരുന്നുവെങ്കിലും മനസ്സിനൊരു ധൈര്യം തോന്നാത്തതുകൊണ്ട് മാറ്റിവെച്ച ഈ വേഷം തനിക്ക് ഒരുപാട് ഇണങ്ങുന്നുണ്ടോ എന്ന ആത്മവിശ്വാസത്തോടെയാണ് ആദ്യം പുറത്തേക്ക് ഇറങ്ങിയത്. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.